ഇന്നലെ രാത്രിയോടെ രാജ്യതലസ്ഥാനമായ ദില്ലിയിൽ നടന്നത് നാടകീയ നീക്കങ്ങളാണ്. വൈകുന്നേരത്തോടു കൂടി തന്നെ നമ്മളുടെ ഉപരാഷ്ട്രപതിയും രാജ്യസഭയുടെ സ്പീക്കറുമായ ജഗ്ദീപ് ധൻഖർ രാജി പ്രഖ്യാപിച്ചു. ഇതോടുകൂടി തന്നെ അഭ്യൂഹങ്ങൾ പരക്കുകയാണ്. കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുമെന്നുമുള്ള വാർത്ത കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഉപരാഷ്ട്രപതിയുടെ അപ്രതീക്ഷിതമായ രാജി. എന്നാൽ ഇത് അപ്രതീക്ഷിതമായ രാജി അല്ല എന്നും കഴിഞ്ഞ ദിവസം ഒരു ചടങ്ങിൽ പങ്കെടുത്ത ഉപരാഷ്ട്രപതി സംസാരിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടായില്ല എങ്കിൽ തൻ്റെ ഈ അവധി ഇനി നീട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞതായിട്ട് ഉള്ള വാർത്തകൾ ഇപ്പോൾ പലരും നൽകി തുടങ്ങിയിരിക്കുന്നു. ഏതായാലും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ധൻഖർ ദില്ലി എയിംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയിലായിരുന്നു. അതിനുശേഷം അദ്ദേഹം പുറത്തു വരികയും ചെയ്തു. ഇതിന് സമാനമായി തന്നെ വെസ്റ്റ് ബംഗാളിൽ അദ്ദേഹം ഗവർണറായി പ്രവർത്തിക്കുമ്പോഴും ഇത്തരത്തിലൊരു ചികിത്സ അദ്ദേഹം നേടിയിരുന്നു. അനാരോഗ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ധൻഖർ രാജിവെച്ചിരിക്കുന്നത്. ഏതായാലും ആ ഒരു പോസ്റ്റിലേക്ക്, ഉപരാഷ്ട്രപതി പോസ്റ്റിലേക്ക് ഒരാൾ എത്തേണ്ടതായിട്ടുണ്ട്. ഇതോടുകൂടി തന്നെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ആരെത്തും എന്നുള്ള ചർച്ചകളും ചൂടുപിടിക്കുന്നു. ഇതിനിടയിൽ കോൺഗ്രസുമായി തെന്നി നിൽക്കുന്ന ശശി തരൂരിന്റെ പേരും ഇതിനോടൊപ്പം ഉയർന്നു വരുന്നുണ്ട്. ഒപ്പം തന്നെ BJPയുടെ അധ്യക്ഷ പദവിയിലേക്ക് നിർമ്മലാ സീതാരാമൻ അടക്കമുള്ള കേന്ദ്രമന്ത്രിമാരുടെ പേരുകളും ഉയരുന്നു. അങ്ങനെയെങ്കിൽ കേന്ദ്രമന്ത്രിസഭയിലും ഒരു പുനഃസംഘടന ഉണ്ടായേക്കാം. മറ്റൊന്ന് BJPയുടെ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. ആ ഒരു പ്രഖ്യാപനം ആഗസ്റ്റ് 15 മുൻപോ ഇല്ലെങ്കിൽ ആഗസ്റ്റ് 15 ഉണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഒരു വലിയ നീക്കം തന്നെ BJPയിൽ നടക്കുന്നു എന്ന് പറയാം. ഒരു ഭാഗത്ത് മന്ത്രിസഭ പുനഃസംഘടന, നമുക്കറിയാം ഇപ്പോൾ കേരളം അടക്കം 5 സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിന് പോവുകയാണ് രാജ്യം. അപ്പോൾ കൂടുതൽ പ്രാതിനിധ്യം കേരളം അടക്കമുള്ള ഇടങ്ങളിൽ മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്ന് ഏവരും ഉറ്റുനോക്കുന്നു. ഒപ്പം തന്നെ മറ്റൊന്ന് BJPയുടെ ദേശീയ അധ്യക്ഷൻ ആരെ എന്നൊരു ആകാംക്ഷയിൽ തന്നെയാണ് രാഷ്ട്രീയ ലോകം നിൽക്കുന്നത്. ഇനി ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പതിവിന് വിരുദ്ധമായി തന്നെ ഒരുപക്ഷെ കോൺഗ്രസിൽ നിന്ന് ശശി തരൂർ എത്തുമോ എന്നുള്ള ചോദ്യവും പല കോണിൽ നിന്നും ഉയരുന്നു. ഇപ്പോൾ നിലവിലുള്ള ധൻഖറെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹം ജനതാദളിൽ നിന്ന് കോൺഗ്രസിലെത്തുകയും പിന്നീട് BJPയുടെ ടിക്കറ്റിലേക്ക് വരികയുമായിരുന്നു. ഏതായാലും ധൻഖറിന് പകരം ഇനി ആരാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് എന്നുള്ള പ്രധാന ചോദ്യവും ഉയരുന്നു. മറ്റൊരു തിയറി പരക്കുന്നത് BJPയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ചില പേരുകൾ ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നിർമ്മലാ സീതാരാമൻ ഒരുപക്ഷെ ഉപരാഷ്ട്രപതി ആയേക്കും എന്നുള്ള വാർത്തകളും വരുന്നത്. ഏതായാലും ഇതൊക്കെ അഭ്യൂഹങ്ങൾ മാത്രമാണ്. 1-2 ദിവസത്തിനുള്ളിൽ കൃത്യമായ ഒരു പിക്ചർ പുറത്തു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും BJPയുടെ അധ്യക്ഷന്റെ പ്രഖ്യാപനവും ഒപ്പം തന്നെ ദേശീയ നേതൃത്വത്തിന്റെ പുനഃസംഘടനയും ഭാരവാഹികളുടെ പ്രഖ്യാപനവും ഒക്കെ അധികം വൈകില്ല. ഒപ്പം തന്നെ ഈ കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടന ഈ പാർലമെന്റ് സെഷനിൽ തന്നെ ഉണ്ടാകുമോ, പാർലമെന്റ് സെഷന് ശേഷമാണോ ഉണ്ടാകുക എന്നുള്ള കാര്യത്തിലും ചില സംശയങ്ങൾ നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് കേരളം, ബീഹാർ, തമിഴ്നാട് തുടങ്ങിയ ഇടങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ രാജ്യം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു. ഈ ഒരു സാഹചര്യമാണ്. ഒപ്പം തന്നെ 2027 ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം യോഗി ആദിത്യനാഥ് ദില്ലിയിലെത്തുകയും അമിത്ഷായും നരേന്ദ്രമോദിയുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. ഉത്തർപ്രദേശിലെ സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം BJP ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്.